സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യനിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഇവരെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യും. നമ്മൾ വളരെ ഗൗരവത്തോടെ ദൈവ വചന പഠനത്തിൽ പ്രത്യേകിച്ചും ഒരു ചോദ്യത്തിന്റെ മറുപടി എന്ന വണ്ണം ഈ ദിവസങ്ങളെ ക്ലാസ്സുകൾ വേദപുസ്തകത്തിന്റെ മൂലഭാഷയിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ആശയ ചോർച്ചകൾ സംബന്ധിച്ചുള്ള ചിന്തകളാണല്ലോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിന്റെ മറ്റ് ഏറ്റക്കുറച്ചിൽ നോക്കാൻ പോകാതെ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ തിരുവെഴുത്തും അതിന്റെ മൂല ഭാഷയിലെ ഭാഷാന്തരവും തമ്മിൽ ഒന്ന് ചേർത്ത് നിർത്തിയുള്ള ഒരു പഠനമാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കർത്താവും യോഹന്നാനും തമ്മിൽ കാണുന്ന രംഗം പറഞ്ഞപ്പോൾ ഒരാൾക്കൊരു ചെറിയ സംശയം, വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ ആൽഫയും ഒമേഗയാണ് എന്നുള്ളത് അങ്ങനെയല്ല എന്ന് ഞാൻ തിരുത്തിയപ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാകുന്നതിന് ആരെയും കുറ്റം പറയാൻ ഒക്കെയല്ല. കാരണം ഈ സൈക്കോളജിക്കൽ സ്റ്റഡി അനുസരിച്ച് നമ്മൾ പഠിച്ച ഒരു കാര്യം മനസ്സിൽ നിന്ന് ഇറേസ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ, മായ്ച്ച് കളയണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ നേരത്തെ ശ്രമകരമായ അധ്വാനം വേണമെന്ന്. നമ്മൾ മനസ്സിൽ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം ഒന്ന് മാറ്റി അതങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഒന്ന് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ നേരത്തെ ശ്രമം വേണമെന്നാണ് സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ പ്രസംഗങ്ങൾ കേട്ടു തുടങ്ങിയ കാലം തൊട്ടും വായിച്ചറിഞ്ഞ കാലം തൊട്ടും നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ തിരുവെഴുത്തിനകത്തും എഴുതിയിരിക്കുന്നതിന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറരുത് എന്നും കൂടെ ഉള്ളതിനാൽ ആ വള്ളിയും പുള്ളിയും മാറ്റാതെ അതങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കാതെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു നിർമ്മല മനസ്സിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഓർപ്പിച്ചു, വാഴ്ത്തപ്പെട്ട കർത്താവ് യോഹന്നാനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഏകദേശം 60 വർഷത്തിന് ശേഷമാണ്. അന്ന് അവർ രണ്ടുപേരും തമ്മിൽ ഗ്രീക്കിൽ സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വിഡിത്തം വേറെ ഇല്ല. നമ്മള് കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി, ബാക്കിയെല്ലാം വിട്ടേര്. പ്യൂർ ശുദ്ധ യഹൂദനായ വാഴ്ത്തപ്പെട്ട കർത്താവും അതുപോലെ തന്നെ കലർപ്പില്ലാത്ത കറതീർന്ന യഹൂദനായ യോഹന്നാനും തമ്മിൽ ഗ്രീക്കിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. പോരെങ്കിൽ ഇത്രയും വർഷം കഴിയുമ്പോൾ ഇപ്പം ശ്യാംബർദർ ദീർഘവർഷങ്ങളായി മസ്കറ്റിൽ ജോലി ഒപ്പം കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുന്നു. മോന്റെ കല്യാണമൊക്കെ അടുത്ത് വരുന്നു. ഇപ്പൊ അടുത്ത നാളിൽ നാട്ടിൽ വരുമ്പം ഞങ്ങൾ നിങ്ങൾ കാണുകയെന്നിരിക്കട്ടെ, അപ്പൊ ഉടനെ കണ്ട ഉടനെ അദ്ദേഹം എന്നോട് അറബിയില്ല സംസാരിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ നോക്കും? അത് നമുക്ക് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. അവർ തമ്മിൽ സംസാരിച്ചത് ഒറിജിനൽ എബ്രായ ഭാഷയിൽ. അപ്പോൾ അവിടെ ആരാകുന്നു എന്നറിയാൻ ഉള്ള ആ പരിശ്രമത്തിനിടയിൽ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞാൽ ആൽഫയും ഒമേഗയും ആകുന്നു എന്നാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത്. അവിടാണ് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തത്. അത് ആൽഫയും ഒമേഗയും എന്നല്ല, മറിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ, യോഹന്നാനെ ഞാൻ ആരാണെന്ന് അറിയാനാണല്ലോ നീ ശ്രമിക്കുന്നത്. ഇത് തെറ്റൊന്നുമില്ല. നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പെട്ടെന്ന് കാര്യം പറഞ്ഞു തരാം, നീ ഒത്തിരി ബന്ധപ്പെടണ്ട. നമ്മൾ രണ്ടുപേരും യഹൂദന്മാരല്ലേ? അതെ. യഹൂദനായ സ്ഥിതിക്ക് യഹൂദന്റെ രീതി അനുസരിച്ച് അക്ഷരങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങുന്ന കാലം തൊട്ട് നമ്മെ പഠിപ്പിക്കുന്ന എബ്രായ ഭാഷയിൽ 22 അക്ഷരങ്ങളില്ലേ ഉണ്ട്. ആ ഓരോ അക്ഷരം പഠിപ്പിക്കുമ്പോഴും ഓരോ അക്ഷരത്തിന്റെ അകത്തെ അന്തസത്ത എന്താണെന്നും അർത്ഥം എന്താണെന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. അലഫ് മുതൽ താവു വരെയുള്ള 22 അക്ഷരം നീ നന്നായി പഠിച്ചിട്ടില്ലേ? ഉണ്ട്.
ഒന്നാമത്തെ അക്ഷരമായ അലഫ് എന്ന അക്ഷരത്തിന്റെ അർത്ഥം യേശു ക്രിസ്തു എന്നാണ്. മുമ്പ് ഞാൻ പറഞ്ഞു, മറന്നു പോകരുത്, ഒരക്ഷരത്തിന് 4 അർത്ഥങ്ങൾ സർഫസ് ലെവലിൽ തന്നെയുണ്ട്, 70 അർത്ഥങ്ങൾ ഡീപ്പർ ലെവലിൽ ഉണ്ടെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കണം. അതിനകത്ത് മാറരുത്. അതിന്റെ ഒരു ആംഗിൾ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യോഹന്നാൻ, നീ അത് പഠിച്ചിട്ടില്ലേ? ഉണ്ട്. 22ാമത്തെ അക്ഷരമായ താവു നീ പഠിച്ചിട്ടില്ലേ? ഉണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? മുദ്ര. 22 അക്ഷരവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 22 സവിശേഷതകളാണ് വർണ്ണിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ഈ 22 അക്ഷരങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 22 സവിശേഷതകൾ വർണ്ണിക്കുക, വിവരിക്കുക, വിശദമാക്കുകയാണ്. നീ ആ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള 22 അക്ഷരങ്ങളിലും 22 സവിശേഷതകൾ വർണ്ണിക്കുന്ന ആ വ്യക്തി ആരാണ് എന്നാണ് നീ ഗ്രഹിച്ചിരിക്കുന്നത്. അത് മറ്റാരുമല്ല, നീ നീ ഞാനാകുന്നു. അലഫ് മുതൽ താവു വരെ നീ പഠിച്ച ആ 22 അക്ഷരങ്ങൾക്കകത്തും 22 സവിശേഷതകൾ വർണ്ണിക്കുന്ന യേശു ക്രിസ്തുവിൽ തുടങ്ങി താവിൽ മുദ്രയിട്ടിരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മെ ക്രിസ്തുവേശുവിൽ എന്നേക്കുമായി മുദ്രയിട്ടിരിക്കുന്നുവെന്ന് റാബായിമാർ നിനക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലേ? ഉണ്ട്. അവൻ തന്നെയാകുന്നു ഞാൻ എന്നാണ് യോഹന്നാന് കർത്താവ് പറഞ്ഞു കൊടുത്തത്. അത് കൃപയാ നമ്മുടെ നാട്ടിലെ വേദശാസ്ത്രജ്ഞന്മാർ, എന്റെ അധ്യാപകൻ പറഞ്ഞ വേദശാസ്ത്ര അജ്ഞന്മാർന്ന, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വേദശാസ്ത്രജ്ഞന്മാർ ഇതിനെ കൊണ്ടുപോയി ഏത് ലെവലിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ പേരുകെട്ട പ്രസിദ്ധമാർജിച്ച വചനത്തിൽ അപാരം പാണ്ഡിത്യമുണ്ടെന്നൊക്കെ ചിന്തിച്ചു പോണ പലരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ല് വളരെ മോശവും തരം താണതുമാണെന്ന് അറിയാം. നിങ്ങൾ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്, എടാ പട്ടി ഉരച്ചാൽ പടി തുറക്കുവോ? ശരിയല്ലേ? എനിക്ക് ചില അടുക്കള ഭാഷയും കൂടെ ഒക്കെ പറഞ്ഞാൽ ഒരു സുഖമുള്ളത് കൊണ്ടാണ് പ്രസംഗത്തിന്റെയും ക്ലാസിന്റെയൊക്കെ ആ ക്ലാസിക്കൽ പ്രയോഗങ്ങൾ മാറ്റി വെറും തരം താണ രീതിയിലാണ് ഞാനിപ്പോ പറഞ്ഞത്, അല്ലേ? പട്ടി ഉരച്ചാൽ പടി തുറക്കുവോ എന്ന് പറഞ്ഞതുപോലെ ഒന്നിനും കൊള്ളാത്ത ഈ പാവപ്പെട്ട ഞാൻ അതങ്ങനല്ല ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ എന്നെ അന്നേരം തല്ലിക്കൊന്ന് ഓടക്കളയല്ലേ. നിങ്ങൾ പിന്നെ ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ് കേട്ടുകൊണ്ടങ്ങിരിക്കുക. ഞാൻ പറഞ്ഞത് ഇതാണ് ആ ഭാഷയുടെ സ്ട്രക്ചറും കാര്യങ്ങളും പോകുന്നത്. ആ നിലയിൽ നിങ്ങൾ ആ വെളിപ്പാട് പുസ്തകം ഒന്ന് പഠിക്കുകയാണെങ്കിൽ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? ഇപ്പോഴത്തെ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനവും അതിന്റെ മർമ്മങ്ങളൊക്കെ കൊണ്ടുപോകുന്നതും ഒറിജിനൽ എബ്രായ ഭാഷയിൽ എഴുതിയ ബൈബിളിനകത്ത് വെളിപ്പാട് പുസ്തകത്തിന്റെ സത്യം എഴുതിയിരിക്കുന്ന തമ്മിൽ നമ്മുടെ വ്യാഖ്യാനമായിട്ട് തട്ടിച്ചു നോക്കിയാൽ അന്നേരം അടുത്ത മുമ്പ് നമ്മൾ എടുത്ത് ചാടും. കാരണം ജീവിച്ചിരുന്നിട്ട് കാര്യം തോന്നിപ്പോകും. പോട്ടെ, ഞാൻ നമ്മുടെ പഠനം വെളിപ്പാട് പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കൃപയാൽ ഇത് അറിയാനുള്ള അവസരം കിട്ടിയപ്പോൾ നമ്മളിത് മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചു. ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, വേദപുസ്തകം അപ്ഡേറ്റഡ് ആയിട്ട് വേണം സംസാരിക്കാൻ, ഔട്ട്ഡേറ്റഡ് ആകരുത്. ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ച കാര്യവും, ഗലീലിയോ ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഭൂമി ഉരുണ്ടതായിരുന്നു, പക്ഷെ അന്ന് പഠിപ്പിച്ചത് ഭൂമി പരന്നതാണെന്ന് എന്ന് പറഞ്ഞതുപോലെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റാത്ത കാലത്ത് നമ്മൾ മറ്റു പലതും പഠിച്ചിട്ടുണ്ടാകാം. അതിനൊന്നും നമ്മൾ ആക്ഷേപിക്കൊന്നും ചെയ്യേണ്ട. പക്ഷെ ആ ബേസിൽ നിന്നുകൊണ്ട് മുന്നോട്ടുള്ള പഠനങ്ങൾ പോകുമ്പോൾ കുറെ കൂടെ ആഴമേറിയ പഠനത്തിലേക്ക് എത്തിച്ചേരാനും ദൈവജനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ സാധ്യമായി തീരും എന്ന് മാത്രമേ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നുള്ളൂ. ഇതിനാണ്
ഈ കാര്യങ്ങൾ ഗ്രഹിച്ച് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷകളെല്ലാം കൃത്യമായി നടക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ വ്യക്തമാക്കാം. അപ്പൊ ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു ചിന്ത ഉണ്ടാകും. അപ്പോൾ ഷാജി പാസ്റ്റർ, ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, വേദപുസ്തകം ഇങ്ങനെ ഷാജി പാസ്റ്റർ പറയുന്നത് പോലെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എബ്രായ ഭാഷ പഠിച്ച് അതിന്റെ റൂട്ട് വേർഡ് പഠിച്ച് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ പഠിച്ച് അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് പ്രസംഗിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ലിസൺ മീ. ഇനി ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. ആന പാസ് അങ്ങനെ പറഞ്ഞു. ഇനി ഷാജി പാസ് പറയും പോലെ ഞങ്ങളും പറയാൻ പഠിക്കാൻ ചെയ്യണമെങ്കിൽ ഇത് പഠിച്ചാലേ ഒക്കത്തുള്ളൂ. തീർച്ചയായിട്ടും പഠനം ആവശ്യമാണ്, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ പണി ചെയ്യേണ്ടത് പാസ്റ്റർമാരല്ല. വഴക്കുണ്ടാക്കരുത്, ഞാൻ മുഴുവൻ പറയട്ടെ. കാരണം 5 വിധ ശുശ്രൂഷകളാണ് ദൈവസഭയ്ക്കുള്ളത്. നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടല്ലോ? യെസ്. എവിടെ എഴുതിയിരിക്കുന്നത്? എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ചിലരെ പറഞ്ഞോ, തീർന്നോ? ഇടയന്മാരായും ചിലരെ സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു, അല്ലേ? അപ്പൊ 5 വിധ ശുശ്രൂഷാ വൃന്ദങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോസ്തലൻ അല്ല, പ്രവാചകൻ അല്ല, ഇടയൻ അല്ല, സുവിശേഷകനും അല്ല. ഈ 4 പേരും ചെയ്യേണ്ട കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. 5-ാമത് ഞാൻ പറയാതെ പോയൊരു കൂട്ടരുണ്ട്, ഉപദേഷ്ടാക്കന്മാർ അഥവാ ടീച്ചേഴ്സ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അവര് ചെയ്യേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. മനസ്സിലാകുന്നുണ്ടോ? ഇത് അപ്പോസ്തലന്റെ ഡ്യൂട്ടി അല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പ്രവാചകന്റെ ഡ്യൂട്ടി അല്ല, ഇത് പാസ്റ്ററിന്റെ ഡ്യൂട്ടി അല്ല, ഇത് ഇവാഞ്ചലിസ്റ്റ് സുവിശേഷകന്റെയും ഡ്യൂട്ടി അല്ല. ഇത് പിന്നെ ആരുടെ ഡ്യൂട്ടിയാണ്? ഉപദേഷ്ടാവ് അഥവാ ടീച്ചേഴ്സ്. അവരുടെ ഉത്തരവാദിത്വമാണിത്. പഴയതും പുതിയതുമായ തങ്ങളുടെ നിക്ഷേപങ്ങൾ നിന്ന് എടുത്തു കൊടുക്കുന്ന, മനസ്സിലാക്കുന്നുണ്ടോ? തിരുവഴുത്തിന് ശാസ്ത്രിയായിരിക്കുന്ന ആളുകൾ, അവരാണ് ഇതിന്റെ റൂട്ട് വേർഡ് കണ്ടുപിടിച്ച് അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് ജനത്തിന് പൊരുൾ തിരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം. അത് ചെയ്യാൻ ഒരിക്കലും ഒരു അപ്പോസ്തലൻ പോകരുത്, ഒരു പ്രവാചകൻ പോകരുത്, ഒരു പാസ്റ്റർ പോകരുത്, ഒരു സുവിശേഷകനും അത് ചെയ്യരുത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്നറിയാമോ? അപ്പോസ്തലൻ തന്നെയാണ് ടീച്ചർ, പ്രവാചകൻ തന്നെയാണ് ടീച്ചർ. ഞാൻ ഒരിക്കലും ഒരു ബൈബിൾ ക്ലാസ്സിൽ പോയിരുന്നു, ദൈവം എഴുന്നേറ്റ് പോരാൻ ഒന്നും വയ്യ സ്ഥിതിയായിപ്പോയി. കാരണം അദ്ദേഹം കണ്ണടച്ച അന്നേരം ദൂത് പറയുന്ന ആളാണ്. അങ്ങനെയുള്ളവനെ ബൈബിൾ ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചാൽ എങ്ങനെ ഒക്കും? ആ ബൈബിൾ ക്ലാസ്സിനിടയിൽ എല്ലാം പുള്ളി ആത്മാവിൽ നിറയും, ക്ലാസ്സിനകത്ത് എന്ന് പറഞ്ഞ തലയെ കൊണ്ട് കൈ വെക്കുകയും അവരോട് ദൂത് പറയും. ഞാൻ അതിനെ ആക്ഷേപിക്കുന്നില്ല. പ്രശ്നം ഈ വചനത്തിന്റെ പൊരുൾ തിരിക്കുക എന്നുള്ള ദൗത്യം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. അപ്പോസ്തലന്റെ ഡ്യൂട്ടി അല്ല, പ്രവാചകന്റെ ഡ്യൂട്ടിയും അല്ല, പാസ്റ്ററുടെ ഡ്യൂട്ടിയും അല്ല, സുവിശേഷകന്റെ ഡ്യൂട്ടിയും അല്ല. പിന്നെ ഇത് ആരുടേതാണ്? ഉപദേഷ്ടാവ് അഥവാ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യമാണിത്. അപ്പോസ്തലന്റെ ഡ്യൂട്ടി എന്താ? ഇപ്പൊ നമ്മൾ ഈ പലരുടെയും പ്രസിദ്ധരായ പലരെയും മുമ്പ് ബ്രദർ എന്ന് വിളിച്ചവരെ അത് മാറ്റി, പിന്നെ പാസ്റ്റർ എന്നാക്കി അതും മാറ്റി, പിന്നെ ഇപ്പൊ അത് അപ്പോസ്തലൻ സോ ആൻഡ് സോ എന്നാണ് വന്നിരിക്കുന്നത്. വെരി ഗുഡ്. ഇപ്പൊ പ്രശ്നം എന്നറിയാം, അപ്പോസ്തലന്റെ ഡ്യൂട്ടി എന്താണെന്നറിയാമോ? ക്രൂസൈഡ് നടത്തുന്നതല്ല.
ഹീലിംഗ് മിനിസ്ട്രി നടത്തുന്നതല്ല അപ്പോസ്തലന്റെ ഡ്യൂട്ടി. അപ്പോസ്തലന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത, സഭകളില്ലാത്ത സ്ഥലത്ത് പോയി പ്രവർത്തിച്ച് ആത്മാക്കളെ നേടി ആളുകൾ രക്ഷയിലേക്ക് വന്നു ഒരു കൂട്ടായ്മയായി രൂപീകൃതമായി കഴിയുമ്പോൾ അത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നിങ്ങൾ ഈ പോസ്റ്ററിനകത്ത് അപ്പോസ്റ്റലിനെ കണ്ടിരിക്കുന്ന ഏത് അപ്പോസ്റ്റലുണ്ട് അങ്ങനെ ചെയ്യുന്നത്? അപ്പോസ്റ്റലൻ മെയിൻ സഭ വിട്ടു പോവുമോ? നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ല കളിയായി. പേരപ്പോസ്തലൻ. നിങ്ങൾ പൗലോസിനെ പഠിച്ചു നോക്കുന്നേ. പൗലോസ് ഏത് സഭയുടെ പാസ്റ്ററായിട്ടായിരുന്നേ? മനസ്സിലായോ? ആളുകൾ വന്നു, സഭ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ സഹചാരികളായി കൂടെയുള്ള പ്രാപ്തരായ ആളുകളെ നിയോഗിച്ച് പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ച് സഭയെ ഏൽപ്പിക്കുക. തിമോഥെയോസും തിഹിക്കോസും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരല്ലായിരുന്നോ? സ്തോത്രം. അപ്പൊ ഇത് അപ്പോസ്തലന്റെ ഡ്യൂട്ടി അല്ല. 2, പ്രവാചകന്റെ ഡ്യൂട്ടിയും അല്ല. പ്രവാചകന്റെ ദൗത്യം എന്താ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതാണ് പ്രവാചകൻ പറഞ്ഞത്. അല്ലാതെ മകനെ, മകളെ, ഇന്ന് പകലുകാലം, അതല്ല പ്രവാചകന്റെ ഡ്യൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? 85 വയസ്സുള്ള അപ്പച്ചന്റെ തലേ കൈവച്ച 20 വയസ്സുള്ള പറഞ്ഞു, മകനെ ഇന്ന് പകൽ എന്റെ ആത്മാവ് ഇടപെടുന്നെന്ന്. ബോധമുള്ള ഒരെണ്ണം അതിനകത്തുണ്ടെങ്കിൽ അവൻ കൈവെക്കും. അങ്ങനെ 82 വയസ്സുള്ള അപ്പച്ചന്റെ തലേ കൈവച്ച 20കാരൻ പറയുക, മകനെ. ഞാൻ ഒരു വീഡിയോ കണ്ട്, ആരും എനിക്ക് ഷെയർ തന്നതാ. ഒരു പയ്യൻ റോമാലേഖനമൊക്കെ എടുത്ത് വ്യാഖ്യാനിച്ച് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്നു. എനിക്കൊത്തിരി സങ്കടം തോന്നി. നിങ്ങൾ വിചാരിക്കും വളർന്നു പറഞ്ഞ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് പാസ്റ്റർ കസിയാണെന്നല്ല. നോ, പൊന്നെ, റോമാലേഖനം വേറെ ഏത് ലേഖനമാണേലും വേണ്ടില്ല. അതിന്റെ ക്ലാസിക്കൽ ടെർമിനോളജി ഒക്കെ എത്ര ഡീപ്പ് സ്റ്റഡിയുള്ള സംഗതിയാണെന്നറിയാമോ? ഇതെല്ലാവർക്കും മറ്റും പിടികിട്ടത്തില്ലെന്നൊക്കെയാ പറഞ്ഞവൻ, ആ കൊച്ചു പയ്യൻ. ഞാൻ ആക്ഷേപിച്ചൊന്നും പറഞ്ഞതല്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, അവന് ശുശ്രൂഷകളുടെ തഴക്കവും പഴക്കവും ഒക്കെ കിട്ടി അവനെ ട്രെയിൻ ചെയ്ത് വന്നാൽ നന്നായിട്ട് ദൈവത്തിന്റെ പറയപ്പെട്ട ഒരു പൈതല. പക്ഷെ ഇപ്പോഴേ എല്ലാവർക്കും കൂടെ ലാളിച്ച തല്ലി തൂക്കിക്കളഞ്ഞത്. ഞാൻ പറഞ്ഞത് അപ്പോസ്തലന്റെ ഡ്യൂട്ടി വേറെ, പ്രവാചകന്റെ ഡ്യൂട്ടി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ കണ്ണിൽ നോക്കി കാര്യം പറയുക. അത്രയേ ഉള്ളൂ. സുഖിപ്പിക്കുന്ന ദൂത് പറയുന്നതല്ല പ്രവാചകന്റെ ദൗത്യം. കൊച്ചിന്റെ കല്യാണം എന്ന് നടക്കുന്നു, ഏത് മാസമാണ്, എവിടുന്ന് വരുമെന്നും, വരെ ചെറുക്കിടിക്കുന്ന ഷർട്ട് നീല ഷർട്ടാണോ, ലൈറ്റ് ബ്ലൂ ആണോ, യെല്ലോ കളർ ആണോ, ഇതൊന്നും പറയാനായിട്ടല്ല പ്രവാചകനെ വിട്ടത്. സ്തോത്രം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞേ? പ്രവാചകന്റെ ഡ്യൂട്ടി ചെയ്യണം. ദൈവത്തിന്റെ അല്ലപ്പാട്, ദൈവം ഇന്ന പോലെ കാര്യങ്ങൾ അരുളി ചെയ്യുന്നു. യു ആർ റോങ്, യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് ബാഡ്. കൊള്ളാം, നല്ലതാണ്, തെറ്റാണ്, തെറ്റിയിരിക്കുന്നു, കറക്റ്റ് ചെയ്യണം, അതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ കൃത്യമായി കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ, മുഖം നോക്കാതെ സംസാരിക്കാൻ നിൽക്കുന്നവന്റെ പേരാണ് പ്രവാചകൻ. അവൻ ചെയ്യേണ്ട ഡ്യൂട്ടി അല്ല ഞാനിപ്പോൾ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? പാസ്റ്ററുടെ ഡ്യൂട്ടിയുമല്ല. പാസ്റ്റർ വിശ്വാസികൾ പല സ്വഭാവക്കാർ, പല നിലവാരത്തിലുള്ളവർ, പല രീതി, പല പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ, അവർ വിട്ടുപോകുന്ന പശ്ചാത്തലത്തിന്റെ സ്വാധീനമൊക്കെ ഇപ്പോഴും ഉള്ള ആളുകൾ അല്ലേ? അവരെല്ലാം പരിപാലിച്ചും വഴക്ക് പറഞ്ഞും സ്നേഹിച്ചും ലാളിച്ചും തർജ്ജനം ചെയ്തും ശിക്ഷ കൊടുത്തും ഇടത്തും വലത്തും 2 വടിയും കൊണ്ട് നേരെയാക്കി, കള്ളന്മാരുടെ കയ്യിലും മോഷ്ടാക്കളുടെ കയ്യിലും കുറുനരികളുടെ കയ്യിലും ചെന്നായുടെ കയ്യിലൊന്നും യാടിനെ വിട്ടുകൊടുക്കാതെ ഇടംവലം നിന്ന് പരിപാലിച്ചുകൊണ്ട് പോകുന്ന ഡ്യൂട്ടിയാണ്
പാസ്റ്റർക്കുള്ളത്. അദ്ദേഹം ഇതിന് റൂട്ട് വീട് തപ്പി പോകണ്ട, അങ്ങനെ പോയെന്നെങ്കിൽ നരകത്തിൽ പോകുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ, അതല്ല ഉദ്ദേശിച്ചേ. പക്ഷെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അല്ല ഇത്. സുവിശേഷകൻ ഒട്ടും ബാധിക്കുന്നില്ല. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ക്രൂശിലുള്ള പാപമോചനം, ആ പാപമോചനം ഏറ്റെടുത്താൽ കിട്ടുന്ന രക്ഷയുടെ സന്തോഷം, പേര് സ്വർഗത്തിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, രക്ഷ ഉറപ്പാക്കുന്നു. പാപബോധം ഉളവാക്കി ജനത്തെ രക്ഷയിലേക്കും ക്രൂശിലേക്കും നയിക്കുന്ന ഡ്യൂട്ടിയാണ് സുവിശേഷകനുള്ളത്. അദ്ദേഹവും ഹീബ്രു തപ്പി പോകണ്ട. ഇതെല്ലാം കഴിഞ്ഞ് ഇത് 4 പേരും അല്ലാതെ പഴയതും പുതിയതുമായ തുരിച്ച് തന്നെ നിക്ഷേപങ്ങൾ തുറന്ന് കൊടുക്കുന്ന തിരുവഴുത്തിന് ശാസ്ത്രിയായവൻ അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതുപരിചയുണ്ടാകും. അപ്പൊ ഇത് വേദപുസ്തകം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹീബ്രു പഠിച്ചില്ലെങ്കിൽ ഒക്കത്തില്ലല്ലോ. അർത്ഥം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനും നാളെ മുതൽ ഹീബ്രു പഠിക്കാൻ ഇറങ്ങുകയെന്ന് പറഞ്ഞ്, ഹീബ്രു പഠിക്കാൻ പറ്റിയതാണെങ്കിൽ നിശ്ചയമായിട്ടും പഠിക്കണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഇനി അത് പഠിക്കാതെ ഞാൻ വേറെ ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കൊന്നും ചെയ്യരുത്. അതല്ല അർത്ഥമാക്കുന്നത്. ഈ കാര്യം ചെയ്യേണ്ടതിന് ദൈവസഭയിൽ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. ഒരാൾ തന്നെ എല്ലാം ചെയ്യരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? പ്രശ്നം എന്നറിയാമോ? ഈ നിങ്ങള് അപ്പോസ്തല പ്രവൃത്തിയില് ഞാൻ അദ്ദേഹം മറന്നുപോയി. കൊർന്നല്യോസിന്റെ വീട്ടിൽ എന്നും ബൈബിൾ ക്ലാസ്സും യോഗം കൂട്ടവും നടക്കുന്നു അല്ലേ? ആരാ ക്ലാസ് എടുക്കുന്നത്? കൊർന്നല്യോസ് തന്നെ. ഭയങ്കര ബൈബിൾ സ്റ്റഡിയാ. എന്തുകൊണ്ട്? ക്ലാസ് എടുക്കുന്ന ആരാ? കൊർന്നല്യോസ് തന്നെ. കർത്താവ് പറയും, നീ ക്ലാസ് എടുക്കണ്ട, യോപ്പയിൽ നാളയച്ച് പൊരുൾ തിരിക്കാൻ അറിയാവുന്ന ഓർത്തുണ്ട്, അവനെ വരുത്താൻ പറഞ്ഞു. ഉടനെ കൊർന്നല്യോസ് പറഞ്ഞു, അത് വേണ്ട, അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരല്ല അവന്റെ പുറകെയാകും. വിളിപ്പ് ശുശ്രൂഷിക്കുന്ന ഞാനല്ലേ, എനിക്കറിയാവുന്ന ഞാൻ പൊരുൾ തിരിച്ചോളാം എന്നാണോ കൊർന്നല്യോസ് പറഞ്ഞേ? നമ്മളുടെ സംഭവിക്കുന്ന പ്രശ്നം ഇതാണ്. നിങ്ങൾക്കറിയാമോ, ദൈവസഭയിൽ വൺ മാൻ ഷോ അല്ല. മൂപ്പന്റെ കൈവെപ്പിനാൽ എന്നല്ല. മൂപ്പന്മാരുടെ, അതിനർത്ഥം ഒന്നിലധികം ശുശ്രൂഷന്മാർ ദൈവസഭയിൽ ഉണ്ടെന്നുള്ള തെളിവാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മൂപ്പന്റെ കൈവെപ്പിനാൽ എന്ന ഏകവചനത്തിലല്ല. അതിനർത്ഥം ഒന്നിലധികം ശുശ്രൂഷന്മാർ ദൈവസഭയിൽ ഉണ്ടായിരിക്കണം എന്നല്ലേ? യെസ്. അപ്പോൾ പണ്ട് ഒരു ദേവദാസൻ പറഞ്ഞതുപോലെ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന 2 വർഗങ്ങളിൽ ഒന്നാണ് സിംഹവാലൻ കുരങ്ങന്മാരും പിന്നെ ഈ ടീച്ചേഴ്സും. സ്തോത്രം. ഇവരില്ലിപ്പോ. അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. സ്തോത്രം. എന്നോട് പലരും ചോദിച്ചു, പാസ്റ്റർ എന്താ സഭാ ചാർജ് എടുക്കാത്തെ? പാസ്റ്റർ സഭയിലൊക്കെ ഇരിക്കുകയാണ്, സഭയ്ക്ക് എന്തുമാത്രം പ്രയോജനപ്പെടും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യാത്തതിന്റെ കാരണം എന്നെ വിളിച്ചത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. അതെന്നെ ഏൽപ്പിച്ച പണിയല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഏൽപ്പിക്കാത്ത കാര്യമാണ് തിരിച്ചറിയാവുന്നതിനാൽ ഞാൻ ആ കാര്യം ചെയ്യാൻ മുതിരാത്തത്. മനസ്സിലായല്ലോ? പിന്നെ ഇപ്പോഴത്തെ ഈ പോക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു, ഇങ്ങനൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുവാ ഒരു നമുക്കൊരു ഇതൊക്കെ വേണ്ടേ? ഏതൊക്കെ? അല്ല, നമുക്ക് ചുറ്റുപാടും കാര്യങ്ങൾ, ഒരു പെങ്കൊച്ചൊക്കെ ഇല്ലേ? അപ്പൊ ഇതുകൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനാ? അതെങ്ങനെയും ആട്ടെ, എന്നെ ഏൽപ്പിച്ചത് എന്താണെന്നും ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നും അറിയാം എന്നുള്ളതിനാൽ കർത്താവിന്റെ നാളോളം വേലത്തേക്കോളം ഇതല്ലാതെ വേറൊരു പണിക്ക് പോകാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും, നിങ്ങൾക്കൊരു സംശയം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്. ഇത്രയും പറഞ്ഞതുകൊണ്ട്
നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്റെ ശുശ്രൂഷ അത് ഞാൻ പറയാൻ കാരണം അപ്പോസ്തലൻ ആരാണ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലന്മാർ അവരുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്പെടുത്തലും ഒക്കെ നടക്കും. അങ്ങനെയാണല്ലോ അവർ അപ്പോസ്തലനാണ് തെളിയുന്നത് തന്നെ. അതുകൊണ്ട് ഞാൻ അതിനെതിര് പറഞ്ഞതല്ല. പക്ഷെ അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ സഭകൾ സ്ഥാപിക്കുക, ആളുകൾ വന്നു കൂടിക്കഴിയുമ്പോൾ പ്രാപ്തനായ ഒരാളെ ശുശ്രൂഷ ഏൽപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ പോയി പ്രവർത്തിക്കുന്നു, അവിടെയും ആളുകളെ നേടുന്നു, സഭ സ്ഥാപിക്കുന്നു, അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അതായത് ആയുഷ്കാലം മുഴുവൻ ഞാൻ തന്നെ പാസ്റ്റർ, ഞാൻ തന്നെ സെൻറ്റർ, ഞാൻ തന്നെ ജനറൽ, ഞാൻ തന്നെ സ്റ്റേറ്റ്. അതല്ല, അത് അപ്പോസ്തലന്റെ ഡ്യൂട്ടി അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. പ്രവാചകന്റെ ഡ്യൂട്ടിയും കാര്യങ്ങൾ വ്യക്തമായി ദൈവം ഇപ്രകാരം അരുളി ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഡ്യൂട്ടിയാണ് പ്രവാചകനുള്ളത്. പാസ്റ്ററുടെ ഡ്യൂട്ടി പരിപാലനമാണ്. ക്ഷീണമുള്ളവർ കാണും, ബലഹീനമുള്ളവർ കാണും, രോഗമുള്ളവർ കാണും, ഫാസ്റ്റ് ആയിട്ടുള്ളവർ കാണും, തീരെ സ്ലോ ആയിട്ടുള്ളവർ കാണും. എല്ലാവരെയും പരിപാലിച്ച് ഒരേ ലെവലിൽ കൊണ്ടുവന്ന് ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കാതെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഡ്യൂട്ടിയാണ് പാസ്റ്റർക്കുള്ളത്. പ്രൈസ് ദി ലോർഡ്. രാവും പകലും ഇവർ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ഓടിച്ചെല്ലുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഡ്യൂട്ടി അത് പാസ്റ്റർ ഡ്യൂട്ടിയാണ്. പാസ്റ്റർ അത് ചെയ്യണം. സുവിശേഷന്റെ ഡ്യൂട്ടി ഒരു സഭയിലെ പാസ്റ്ററായിട്ടിരിക്കുക എന്നുള്ളതല്ല. മനസ്സിലായല്ലോ? സുവിശേഷകൻ ഇതല്ല. സുവിശേഷമാണ് വാസ്തവത്തിൽ വഴി വെട്ടിത്തെളിച്ച് വലിയ കാടും എന്താ പറയാ മരമൊക്കെ ഉള്ള ആ കൊടും കാടിലൂടെ ഒക്കെ വഴി വെട്ടിത്തെളിച്ച് സുവിശേഷത്തിന്റെ രംഗപ്രവേശനത്തിന്റെ കാര്യങ്ങൾ സജ്ജമാക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് സുവിശേഷകൻ. ക്രൂശിന്റെ സന്ദേശം അത് കേട്ടിട്ടില്ലാത്ത പാപത്തിൽ പൂണ്ടു ജീവിക്കുന്ന ആളുകൾക്ക് രക്ഷയുടെ സന്തോഷം, രക്ഷപ്പെടാനുള്ള വഴിമാർഗങ്ങളും തുറന്ന ചൂണ്ടിക്കാണിക്കുക. അതാണ് സുവിശേഷകന്റെ ദൗത്യം. ടീച്ചേഴ്സാണ്, ഉപദേഷ്ടാക്കന്മാരാണ് ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ, അത് പറയാനാണ് എത്ര വട്ടം ഇറങ്ങി വന്നത്. അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും ഇടയന്മാരുടെയും സുവിശേഷന്മാരുടെയും ശുശ്രൂഷയിലൂടെ രക്ഷ നിർണയം പ്രാപിച്ച് ജീവിത വിശുദ്ധിയിലും കൽപ്പനയും അനുസരിച്ച് പാസ്റ്ററുടെ സംരക്ഷണയിൽ ഒരു സഭയിലെ അംഗമായി നിലകൊള്ളുന്ന ആളുകളെ വചനത്താൽ പരിപോഷിപ്പിച്ച് പൊരുൾ തിരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം അത് ടീച്ചേഴ്സിൻ്റെതാണ്. അതിന് സഭകളിൽ ഞാൻ ഈ പറഞ്ഞ കക്ഷികൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. ക്ലിയർ ആയോ? സ്തോത്രം. അവർ നിർബന്ധമായും ദൈവസഭയ്ക്കകത്തുണ്ടായിരിക്കണം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ ബ്രദർ സഭക്കാർ വളരെ തീഷ്ണതയുള്ളവരാണ്. സഭയിൽ മൂപ്പനുണ്ടാകും, സുവിശേഷന്മാരുണ്ടാകും, അപ്പോൾ തന്നെ ബൈബിൾ ക്ലാസ് എടുക്കാൻ പ്രാപ്തരായ ഉപദേഷ്ടാക്കന്മാർ ആ പ്രാദേശിക സഭയിൽ തന്നെ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ റോളുണ്ട്. ശനിയാഴ്ച വൈകിട്ട് നിർബന്ധമായും ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കണം. ശനിയാഴ്ച ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്ക് ഞായറാഴ്ച തിരുമേശയില്ല. അതാണ് ബ്രദറൻ സിസ്റ്റം. അറിയാമോ? നമ്മളാണെങ്കിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിൽ കർത്തൃമേശ തരികയെന്ന് പറഞ്ഞു. അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നോ ഇല്ലെന്നുള്ള വിഷയമല്ല. ശനിയാഴ്ച വൈകിട്ടത്തെ ബൈബിൾ ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് അവർക്ക് ഒരു വിധത്തിൽ നോക്കിയാൽ ശരിയാ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നതല്ല വാക്യം. അവരാ ഓർഡർ വെച്ച അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടവൻ വേണം പിറ്റേ ദിവസം അപ്പം നുറുക്കാൻ വരാൻ. ശരിയല്ലേ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ? നമ്മളിനി ഉപദേശം കേട്ടില്ലെങ്കിലും കർത്തൃമേശയ്ക്ക് മുമ്പേലും ആ സഭായത്തിന് വന്നാൽ മതിയായിരുന്നു. എത്രയോ പേര് കർത്താവിന്റെ ദാസൻ അപ്പുറത്ത് നുറുക്കിക്കൊണ്ടിരിക്കുമ്പോ ഓടിക്കരച്ച് സഭായത്തിനൊന്ന് കയറി വന്നിരിക്കുന്നു അല്ലേ? അതിന് മുമ്പ് പറഞ്ഞത് എന്നാന്നോ പാടിയത് എന്നതാണോ പ്രാർത്ഥിച്ചതൊന്നും അറിയത്തില്ല. ഞാൻ അത് പറഞ്ഞ് വലിച്ചു തിരിക്കൊണ്ട് പോകാനായിട്ടല്ല. ഇത് തമ്മിൽ നിങ്ങളുടെ മനസ്സിൽ ന്യായമായി ഈ ഭാഷ പഠിക്കാത്തത് കൊണ്ട് ഇനി ഒന്നും പ്രാപിക്കാൻ ഒക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരരുത് എന്നേ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളൂ. ഞാൻ അല്പം മുന്നോട്ട് പോവുക. നിങ്ങൾ ചില കാര്യങ്ങൾ കൂടെ ഈ ഭാഷയുമായി ബന്ധപ്പെട്ടതൊന്ന് കൺവിൻസ് ചെയ്തിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാനായിട്ട്. മറന്നുപോകരുത്, ഞാൻ ഓർപ്പിച്ചായിരുന്നു, നമ്മൾ ഈ പുസ്തകം നമ്മളൊക്കെ പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതിനനുസരിച്ച്
നമ്മുടെ അറിവിന് വ്യത്യാസം വരികയും നമ്മുടെ നോളജ് ലെവലിന് അപ്ഡേഷൻ ഉണ്ടാകണമെന്നും കറക്ഷൻ ലെവൽ ഉണ്ടാകണമെന്ന് ഞാൻ ഓർപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചു വെച്ച ചിലതിനെയൊക്കെ തിരുത്തേണ്ടതായിട്ട് വരുമ്പോൾ തിരുത്താനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. അതൊന്നുമല്ല, ഞാൻ ചെറുപ്പത്തില് ഞങ്ങളുടെ അപ്പച്ചന്മാരുടെ കാലം മുതൽ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്, അത് പരിശുദ്ധാത്മാവാണ് എന്നെ ഉള്ളിൽ തന്നത്, ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മാറുന്നില്ല എന്ന് പറഞ്ഞ് ബലം പിടിക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? യുക്തമാണെന്നും ശരിയാണെന്നും അംഗീകാരയോഗ്യമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിച്ചം വീശി തരുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ നോളജിന് അപ്ഡേഷൻ ഉണ്ടാകണം എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നമുക്കറിയാം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതം നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചുവട് ഒന്ന് പുറകോട്ട് തന്നെയാണ്. അങ്ങോട്ട് വരുമ്പോൾ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പക്ഷേ ക്യാച്ച് ചെയ്യാൻ പ്രയാസം തോന്നുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേറൊരു കാര്യം പറയാം. നമുക്ക് ഈ വിഷയമാണല്ലോ ഒന്ന് മനസ്സിലുള്ളത്. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, ഈ സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ അതെങ്ങനെ വേണേലും ചിന്തിച്ചു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ മൂന്നുപേരും ഉണ്ടെന്നുള്ളത് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവര് മൂന്നുപേരും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണോ? പിതാവ് ഇങ്ങനെ ഇരിക്കുന്നു, പുത്രൻ ഇങ്ങനെ ഇരിക്കുന്നു, പരിശുദ്ധാത്മ മിണ്ടാതിരിക്കുന്നു, അങ്ങനെയാണോ? അല്ല. എന്തായാലും ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ശരിയല്ലേ? അതോ പിതാവായ ദൈവം പുത്രനോടൊന്നും മിണ്ടാതിരിക്കുകയാണോ? പുത്രനായ ദൈവം പരിശുദ്ധാത്മാവോട് മിണ്ടാതിരിക്കുകയാണോ? അല്ല. ഈ തൃത്വം സ്ഥാപിക്കാൻ കടന്ന് ബന്ധപ്പെടുന്നതിനകത്തെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. അത്ര ഒന്നും വേണ്ട, ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോ തന്നെ എല്ലാം പൊളിഞ്ഞു, അല്ലേ? ദൈവ സ്നേഹമാണെന്ന് ഒറ്റ വാക്ക് മതി തൃത്വം തെളിയിക്കാൻ. അതിനൊത്തിരി സയന്റിഫിക്കലായിട്ട് ഒന്നും പോകണ്ട. പറയാം, ഈ സ്നേഹം കൊടുക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വികാരമാണ്. ശരിയാണോ? സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക, ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യും, അല്ലേ? പിതാവ് ഒറ്റയ്ക്കേ ഉള്ളെങ്കിൽ പിതാവ് ആരെ സ്നേഹിക്കാനാ? നമ്മുടെ കാര്യം വിട്, മനുഷ്യനുണ്ടാകുന്ന മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞു. തൃത്വം ഇല്ല എന്ന് പറയുന്നവരുള്ള ഒരു ചെറിയ ചോദ്യമാണ്. നിങ്ങളിപ്പോ തൃത്വം ചോദിച്ചോണ്ട് വരരുത്. ദൈവ സ്നേഹമാണെങ്കിൽ പിതാവ് മാത്രമുള്ളെങ്കിൽ പിതാവ് ആരെയും സ്നേഹിച്ചേ? മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ തന്നെ പൊളിഞ്ഞല്ലേ. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു, പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു. കണ്ടോ? ദൈവ സ്നേഹമാണെന്ന് പറയുമ്പോൾ തന്നെ പരസ്പരം പങ്കുവെക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്തൊരു വികാരമാണ് സ്നേഹം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണോ? നീ എന്നാണ് അവള് മിണ്ടാത്ത? പണക്കമായിട്ടൊന്നുമല്ല, ഞാൻ മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ പേരല്ലേ പണക്കം നീ പറഞ്ഞത്, അല്ലേ? കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ഇന്ന് വരെ കമാന്നൊരക്ഷരം, കമാന്നുള്ള 2 അക്ഷരമല്ലേ നമ്മൾ പറഞ്ഞ? കമാന്ന് ഒരക്ഷരം മിണ്ടിട്ടില്ല. ഞാൻ അതിപ്പോ കമാന്നുള്ള 2 അക്ഷരമുള്ളൂ. ഇനി പോട്ടെ, എന്റെ പഠിത്തത്തിന്റെ കുഴപ്പമായിരിക്കാം, അല്ലേ? നോ, നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണേ. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇവര് 3 പേർക്കും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. പിതാവ് പുത്രനോട് സംസാരിക്കുന്നു, പുത്രൻ പരിശുദ്ധാത്മാവോട് സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് പിതാവിനോട് പുത്രനോട് സംസാരിക്കുന്നു. ശരിയല്ലേ? ഉറപ്പായിട്ടും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവര് 3 പേരും മാത്രമല്ല, ദൂതന്മാർ അവിടെ ഇല്ലേ? ഉണ്ട്. ദൂതന്മാർ തമ്മിൽ സംസാരിക്കുന്നുണ്ടല്ലോ, ഇല്ലേ?
ഉണ്ട്. ഞാൻ പറഞ്ഞു, അപ്പൊ അവിടെ എല്ലാം ഭാഷ ഉണ്ടെന്നുള്ളത് ഉറപ്പായേ. ക്ലിയർ ആയോ? അത്രയും ഭാഷയില്ലാതെ സംസാരിക്കാൻ ഒക്കെയല്ലോ. അല്ല, ഇങ്ങനെ കാണിച്ച ഭാഷയാകൂ? ഇല്ലല്ലോ. അത് ആംഗ്യ ഭാഷ മാത്രമേ ആകത്തു, അല്ലേ? അപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം. ദൂതന്മാർക്ക് ഭാഷയുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൂതന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന യേശയ്യാവിന്റെ 6-ാം അധ്യായത്തിൽ നിങ്ങൾ കണ്ടില്ലേ? യഹോവയാദി ഉയർന്നുപ്പങ്ങൾ സിംഹാസനിരിക്കുന്ന രംഗം, സറാഫുകൾ, അല്ലെ, 6 ചിറകുള്ളവർ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാന്നുള്ളത്, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്ന പേടിയുണ്ടാ. 6 ചിറകുണ്ട്. നിങ്ങൾ ആ ഭാഗം പറയുമ്പോൾ 2 കൊണ്ട് പറന്നു, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി എന്ന് പറയരുത്. ആ 2 കൊണ്ട് മൂടി, 2 കൊണ്ട് മൂടി, 2 കൊണ്ട് എന്ത് 2 കൊണ്ട്? ആ ചിറകം നിങ്ങൾ എടുത്ത് പറയണം. ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധമില്ലാത്തവൻ എന്തോ മനസ്സിലാക്കും. അതിനാ ഞാൻ ചോദിച്ചത്. ഈ ഭാഗം പരിചയമില്ലാത്ത ഒരുത്തൻ ആദ്യമായിട്ട് കേൾക്കുന്നവര് എന്തോന്ന് 2? നോ, അങ്ങനല്ല. 2 ചിറകൊണ്ട് പാദം മൂടി, 2 ചിറകൊണ്ട് മുഖം മറച്ച്, 2 ചിറകൊണ്ട് പാർന്നുണ്ട്. ഒരുവനോടൊരുവൻ എന്താ പറയുന്നത്? കണ്ടോ? ഒരുവനോടൊരുവൻ, രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കണ്ടോ? എന്താ വിളിച്ചു പറഞ്ഞത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങോട്ട് ദൂതന്മാര് തമ്മിൽ പറയാം. എന്താ പറഞ്ഞത്? ഖദോഷ്, ഖദോഷ്, ഖദോഷ് അദോനായി സെദ്വാഅത്ത്. കണ്ടോ? എന്തോ പറഞ്ഞത്? ഖദോഷ്, ഖദോഷ്, ഖദോഷ് അദോനായി സെദ്വാഅത്ത്. പറയാ, എന്താ അർത്ഥം? ഖദോഷ്, ഖദോഷ്, ഖദോഷ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഹോളി, പരിശുദ്ധൻ, വിശുദ്ധൻ എന്ന് ഉപയോഗിക്കാൻ എബ്രായ ഭാഷ ഉപയോഗിക്കുന്ന പദമാണ് ഖദോഷ്. ഓർത്തിരിക്കാൻ ഞാൻ ഒരു എളുപ്പം പറയാം. ഈ ഖദോഷ് എന്ന പദത്തിൽ നിന്നാണ് കൂദാശ എന്ന പദം ഉണ്ടായത്. ക്ലിയർ ആയോ? അതേലും ഓർക്കുമല്ലോ പെട്ടെന്ന്. കൂദാശ, വീടൊക്കെ കൂദാശ ചെയ്ത് വെഞ്ചരിച്ച്, അല്ലേ? അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് ക്ലിയർ ആയി. മറ്റേ ഖദോഷ് പറഞ്ഞപ്പോ പിടിയില്ല, കൂദാശ പറഞ്ഞപ്പോ ഓക്കെ ആയി. കണ്ടോ? പണ്ടത്തെ പിടി കിടക്കുന്നല്ലേ. സ്തോത്രം. പോട്ടെ. അപ്പോ നോക്കിയ ആ കമ്മ്യൂണിക്കേഷൻ കണ്ട. ഖദോഷ്, ഖദോഷ്, ഖദോഷ് അദോനായി സെദ്വാഅത്ത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്താ ഇതിനർത്ഥം? ഞാനൊരു കാര്യം പറയും. ഇവിടെ എല്ലാം ഭാഷയുടെ സ്ഥാനവും സ്വാധീനവും നമ്മൾ കാണുന്നുണ്ട്. അത് പറയാനായിട്ടാണ്. അപ്പൊ അവർ ചോദിച്ച ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ നോ ഡൗട്ട് ഞാനിപ്പോ പറഞ്ഞല്ലോ, ഖദോഷ്, ഖദോഷ്, ഖദോഷ് അദോനായി സെദ്വാഅത്ത്. പ്യൂർ ഹീബ്രു. സ്തോത്രം. ചിലർക്ക് ഇത് കേൾക്കുമ്പോഴേ അങ്ങ് മനപ്രയാസമാണ്. അല്ല, ഹീബ്രു ഹീബ്രു എന്ന് പറഞ്ഞ് ഗ്രീക്ക് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ തൽക്കാലം എനിക്ക് അങ്ങനെ പറയാൻ നോക്കിയാൽ ഉള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. സ്തോത്രം. നിങ്ങൾ നോക്കണേ, അവര് മാത്രമാണോ? ആദമും ഹവ്വയും തമ്മിൽ സംസാരിച്ചില്ലേ? അവർ സംസാരിക്കാതെ ഒക്കത്തില്ലല്ലോ, അല്ലേ? എനിക്കത് ഒരു 4-5 വർഷം മുമ്പാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ പഠിച്ചത്, എന്റെ അധ്യാപകനെ പഠിപ്പിക്കുന്നത്. എനിക്ക് അവിശ്വസനീയമായി തോന്നി ഈ ഭാഷയുടെ ഡെപ്ത്. ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും. പറയാന്നുള്ളതല്ല, ചില ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകാനായിട്ട്. ഈ ആദമും ഹവ്വയൊക്കെ തമ്മിൽ സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരത് ഇന്നത്തെ പോലെ അങ്ങോട്ട് ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയാണോ? ഭാര്യയും ഭർത്താവും. ഇന്നത്തെ കാര്യം കൂടെ പറയണല്ലോ, അല്ലാതെ പോയ ഒക്കത്തില്ലല്ലോ. ആദമും ഹവ്വയും എപ്പോഴും സംസാരിക്കുവായിരുന്നു, അല്ലേ? ഞാൻ മനസ്സിലാക്കത്തോളം ഇന്നിപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംഭാഷണം വളരെ കുറവാണ്. വിദേശമുള്ളവരൊക്കെ ഒന്ന് വിളിക്കും, വർത്താനം പറയാം, അത്രയേ ഉള്ളൂ.
ഒരുമിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ മുൻപ് ഇഷ്ടം പോലെ സംസാരിക്കണം, ഇപ്പൊ സംസാരമില്ല. സംസാരമെല്ലാം മൊബൈലിലേക്ക് അങ്ങ് ഒതുങ്ങി. ശരിയാണോ? രണ്ടുപേരും പൂച്ച മാന്തും പോലെ മാന്തിക്കൊണ്ടിരിക്കുക. ഒന്നും മിണ്ടാനുമില്ല, പറയാനുമില്ല. ഞാനൊരു കാര്യം പറയാം, വലിയ അപകടത്തിലേക്കാണ് അത് പോകുന്നത്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. സ്തോത്രം. ഒരുമിച്ച് സമയം ചെലവഴിക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ കഴിയണം. പോട്ടെ, എന്റെ ടോപ്പിക് അതല്ല. ഇതൊരു കുടുംബവുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റും അല്ല, കല്യാണമൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ വിടുക. എന്നൊക്കെ സാധാരണ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് പറഞ്ഞത്. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ഒരു സന്ദർഭത്തിലും പറയാറില്ല. നമുക്ക് പിന്നെ ഇതെല്ലാം പറയാനുള്ളത് കല്യാണത്തിന്റെ അന്ന് മാത്രമേ പറയൂ. എനിക്ക് എപ്പോഴും ഓർക്കുമ്പോൾ സങ്കടമാണ്. നമ്മുടെ ഉറച്ച ചർച്ചിൽ പോലും കുടുംബം എന്താണെന്നോ കുടുംബജീവിതം എന്താണെന്നോ ഭാര്യ ഭർത്താക്കന്മാർ ആരാണെന്നോ അവരുടെ കടപ്പാടിൽ സഭയെ പഠിപ്പിക്കത്തേയില്ല. ഈ ചെയ്യുന്നത് എപ്പോഴും ചോദിച്ചാൽ കല്യാണത്തിന്റെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി, ദേശത്തുള്ള മുഴുവൻ ആൾക്കാരെ വിളിച്ചു വരുത്തി, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും നാനാജാതി മതസ്ഥരെ മുഴുവൻ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപദേശിമാർ ഒരു അറ്റം പോലെ എഴുന്നേൽക്കും. വാരിയൽ കുറവായിരുന്നു, ഈ വാരിൽ അങ്ങ് പുനലൂരിന്നാണ് കിട്ടിയത്. അതുവരെ പ്രിയ ജാക്സൺ ഒരു അസ്ഥി കുറവായിരുന്നു. ഊളത്തരം പറയുന്നതിന് ഒരു മര്യാദയില്ല. സ്വോത്രം. ഏത് ജാക്സനാ വാരിയല് കുറവായിട്ട് ജീവിച്ചേ? പറ. ഏതെങ്കിലും പുരുഷന്മാർക്ക് വാരിയല് കുറവുണ്ടോ? അങ്ങനെ only once ആദമിന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും പറയാൻ വേണമല്ലോ. സ്വോത്രം. പിന്നെ അങ്ങ് അത് ഇതെല്ലാം പറയാം. അല്ലാതെ ഈ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ മർമ്മം വരാൻ പോകുന്ന വേറെ കല്യാണമാണെന്നും ഈ കല്യാണത്തിന് ക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ കല്യാണത്തിന് ക്ഷണം കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്, അതുകൊണ്ട് ആ കല്യാണത്തിന്റെ കാര്യം പറയാമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും ഈ കല്യാണത്തിലൂടെ നമ്മൾ എന്താ അർത്ഥമാക്കുന്നത് പറഞ്ഞു കൊടുക്കത്തില്ലേ? അത് ചെയ്യല. ഉടനെ പിന്നെ ജാക്സൺ പറയാ ജിജിയെ സ്നേഹിക്കണം, ജിജിക്ക് നീ ഉഴുന്നോടെ മേടിച്ചു കൊടുക്കണം, ചുരിദാർ മേടിച്ചു കൊടുക്കണം ഒക്കെ ഇപ്പോഴാ പറഞ്ഞത്. സഭ മുഴുവൻ അഴിച്ചു തീർന്നിട്ട് വേണ്ട ഇതൊക്കെ പറയാൻ. നമുക്ക് ഞായറാഴ്ച മുഴുവൻ ഈ ബന്ധനം അഴിച്ചും പോരാട്ടം അഴിച്ചും ശാസിച്ചും പലിച്ചും പോവുക എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ പാലിക്കേണ്ട പ്രാക്ടിക്കലായ കാര്യം ഒന്നും പറയാൻ നമുക്ക് നേരെയില്ലല്ലോ. എന്തുമാത്രം അഴിക്കാൻ കഴിയും? എത്ര നാളായിട്ടുള്ള അഴിക്കലാണെന്നറിയാം. രക്ഷിക്കപ്പെട്ടവരും ആ കൃപയിലും ആണെന്ന് ആ പറച്ചിലും ഇന്നുവരെ ബന്ധനം അഴിച്ചിട്ട് തീർന്നിട്ടുമില്ല. പാടുന്നതോ ഞാൻ അവൻ കരങ്ങളില്ല. അവന്റെ കരങ്ങളാണ് ഇപ്പൊ നീ എന്തിനാ ശാസിക്കുന്നേ? പണങ്ങൊന്നും എന്നോട്. ഹീബ്രു ഭാഷയ്ക്കകത്ത് ഇത് കയറി വരും ഓർത്തില്ലല്ലേ? ഈ ഭാഷ ഒരു പ്രത്യേകത. ഏതെല്ലാം കയറി പോകുന്നറിയാമോ? സ്വോത്രം. പിണങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇതിനകത്തുള്ള കർത്തദാസന്മാരോട് ഞാൻ ഒരു ഹംബിൾ റിക്വസ്റ്റ്, നല്ല ഭംഗിയായിട്ട് ദൈവസഭയ്ക്കകത്ത് കുടുംബം എന്താണ്, കുടുംബജീവിതം എന്താണ് ഒക്കെ പറയണം. ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ്, അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് വരെ പറഞ്ഞു കൊടുക്കണം. യെസ്, പറഞ്ഞു കൊടുത്തേ പറ്റൂ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പുസ്തകം വായിക്കൂ. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, അങ്ങനല്ലേ വാക്യം? ജനിച്ചെന്നല്ലോ. ഏതായാലും ഹീബ്രുവിനകത്ത് കയറി വന്നല്ലേ പറഞ്ഞോ. ജനിച്ചെന്നല്ല, ജനിപ്പിച്ചു, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് എന്റെ സീരിയസ്നെസ് മനസ്സിലായോ? ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം 300 സംവത്സരം ദൈവത്തോടു കൂടെ നടന്നു. അങ്ങനല്ലേ വാക്യം? യെസ്, ജനിച്ചെന്നല്ല, ജനിപ്പിച്ചു എന്ന് തന്നെയാണ്. അവിടെയൊക്കെയാണ് ഫാമിലി ലൈഫിന്റെ ഇമ്പോർട്ടൻസ് അറിയേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ പറയാൻ പഠിപ്പിക്കുകയും ചെയ്യണം സഭയിൽ. അല്ലെ രണ്ടു പാത്രമായിട്ട് കുടുംബക്കൂട വാതൊക്കെ നിൽക്കുമ്പോഴല്ല ഇതൊക്കെ പറയേണ്ടത്. അന്നേരം അല്ല ഉപവാസം വെക്കണ്ടേ. സ്വോത്രം. സങ്കടം കൊണ്ടാ. നിനക്കറിയാമോ,
കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി, രണ്ടും രണ്ട് പാത്രമാകുന്നതിൽ വേർപെട്ട ദൈവമക്കളുടെ അകത്ത് പോലും സംഭവിക്കുന്നു പറയുമ്പോൾ പാളിച്ച സംഭവിക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ നമ്മൾ ഓർപ്പിക്കണം. സ്വോത്രം. എബ്രായ ഭാഷ പഠിച്ചാൽ മതിയായിരുന്നല്ലേ? അതിനകത്തുള്ള ഞാൻ പറഞ്ഞതേ, ആദവും ഹവ്വയും തമ്മിൽ സംസാരിച്ചില്ല, അത് പറയാനായിട്ടാ. സമയമൊന്നും അല്ല, ഇനി 3/4 മണിക്കൂർ കിടക്കുന്നു. പച്ച നോക്കണ്ട, 3/4 മണിക്കൂറുകളുണ്ട്, ഇനി 45 മിനിറ്റും കൂടെ ശേഷിക്കുന്നു. സ്വോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആദവും ഹവ്വയും തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷ എന്തായിരിക്കും എന്ന് ന്യായമായിട്ടൊരു സംശയം ഉണ്ടാകാം. ഞാൻ ഇതിന് ഉത്തരം പറയാതെ നിങ്ങൾക്ക് പിടികിട്ടി കാണുള്ളൂ ഏത് ഭാഷയായിരിക്കും എന്ന്. ഞാൻ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ സകല ജീവജാലങ്ങളും വന്നു, അല്ലേ? ആദം അതിനൊക്കെയും പേരിടുക എന്നല്ല, അവൻ ഇട്ടതൊക്കെയും പേരായെന്ന്, അല്ലേ? ഓരോന്നിനും ആദം അങ്ങ് പേരിടുക. ആന, പുലി, കടുവ, അല്ലേ? എന്നാ ശ്രദ്ധിക്കണേ, ആദാം വിളിച്ചത് ആനയെന്നും പുലിയെന്നും കടുവായെന്നൊന്നും അല്ല. പേരങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. ആദം അവിടെ കൊടുത്തത്, ആദമിന്റെ ജ്ഞാനം നിങ്ങൾ നോക്കണം. ചിന്തിക്കാൻ നോക്കുകയല്ല. ആദം വിളിച്ചത്, പേരായിട്ട് വിളിച്ചത് ഓരോ ജീവജാലത്തിന്റെ DNA ആണ് ആദാം പറയുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആദാം വിളിച്ചത് ഓരോ ജീവജാലത്തിന്റെ DNA പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാകുന്നത്? എനിക്ക് എന്റെ അധ്യാപകൻ പറഞ്ഞ അതേ മെത്തേഡ് ഞാൻ നിങ്ങളോടും പറയാം. നിങ്ങൾ സ്കൂളിൽ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ? അപ്പം ഈ രാസനാമമൊക്കെ പഠിച്ചു കാണുമല്ലോ. H2SO4, H2O, HNO3 എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? H2O ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും H2O എന്ന് പറഞ്ഞാൽ അതെന്താണ്? വെള്ളം. H2O ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും കൂടി ചേരുമ്പോൾ വെള്ളം. വെള്ളം എന്നല്ല ആദാം പറഞ്ഞു H2O. ഇതാണ് ആദാം പറയുന്നത്. അങ്ങോട്ട് എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങോട്ട് പിടികിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. ആദാം പേരിട്ട കാര്യം ഞാൻ ഈ പറയുന്നേ. നമുക്ക് സംശയം ഉണ്ടാകും, ഈ മലയാളത്തിൽ ആന, ഇംഗ്ലീഷിൽ എലിഫന്റ്, ഹിന്ദിയിൽ ഹാത്തി, അല്ലേ? എനിക്കറിയാന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇനി പറഞ്ഞ മുഴുവൻ കുഴയും. അപ്പൊ ആദാം ഇതെല്ലാം ഇട്ടു എന്ന് നമുക്കൊരു സംശയം, അല്ലേ? ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദാം പേരിട്ടെന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും DNA ആണ് ആദാം പറയുന്നത്. പറഞ്ഞാൽ അതിന്റെ റൂട്ട് പറയുക. അത് കേൾക്കുമ്പോൾ ഇതെന്താണെന്നറിയാം. H2O എന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ടുള്ളത് അതെന്താന്ന് പിടികിട്ടും. H2SO4 സൾഫ്യൂരിക് ആസിഡ്, അല്ലേ? ആണെന്ന് തോന്നുന്നു. തെറ്റിട്ടുണ്ടെങ്കിൽ ഇതിനെ പറയണേ. പണ്ടത്തെ ഓർമ്മയിലൊക്കെ ഞാൻ ഈ പറഞ്ഞു ആയിരിക്കും. അതെ, അതിനകത്തൊക്കെ തെറ്റിക്കുന്നില്ല, എനിക്ക് തെറ്റി തരണം കേട്ടോ. ശ്രോത്രം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആകാൻ ഞാൻ ആ ഉദാഹരണം എടുത്തിട്ടുള്ളതേ ഉള്ളൂ. അത് അതിന്റെ രാസനാമമായി എന്ന് പറഞ്ഞതുപോലെ ആദം ഇവിടെ പേരിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് DNA ആണ് പറയുന്നത്. അതാ ഞാൻ H2O എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് H2O എന്ന് മാത്രം. പക്ഷെ ഇതിന് മനസ്സിലായ H2O എന്ന് പറഞ്ഞാൽ വെള്ളത്തിനാണ് ഈ പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ് എബ്രായ ഭാഷയിലും വരുമ്പോൾ അതിന്റെ എന്താ പറയാ ഘടന, DNA സ്ട്രക്ചർ ആണ് പറയുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പൊ മയീം എന്നുള്ളത് എബ്രായ ഭാഷ ഒന്ന് എഴുതി നോക്കുകയാണ്, നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അതിന്റെ അർത്ഥം വെള്ളം തന്നെയാണ്.
പക്ഷെ അതിന് ആദം വെള്ളം എന്നല്ല പറഞ്ഞത്, മെയ്യിൽ എന്ന് പറഞ്ഞാൽ അത് എഴുതണം എന്നുണ്ടെങ്കിൽ എബ്രായ ഭാഷയിലെ ലെറ്റേഴ്സ്, അക്ഷരങ്ങൾ ഉപയോഗിച്ച വിധം പിടി കിട്ടുമ്പോഴേ ആദം അതെങ്ങനെ കൈകാര്യം ചെയ്ത് പിടി കിട്ടും. എന്ന് പറഞ്ഞാൽ അതിന് മെം എന്ന രണ്ടക്ഷരവും യൂത്ത് എന്ന ഒരക്ഷരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യൂത്ത് എന്ന ഒരക്ഷരവും മേം എന്ന രണ്ടക്ഷരവും. രണ്ടും മേം യൂതും കൂടെ ചേർന്നപ്പോൾ വായനയിൽ മയീം എന്ന് വരുന്നു എങ്കിലും ഈ രണ്ടക്ഷരം കാണുന്നവർക്ക് അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ളവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ആ അക്ഷരങ്ങളുടെ അർത്ഥം പിടികിട്ടുമ്പോൾ കേവലം വെള്ളം എന്ന് മാത്രമല്ല, വെള്ളം എന്താണെന്നും കൂടെ പിടികിട്ടുക. മനസ്സിലാകുന്നുണ്ടോ? വെള്ളം എന്ന അർത്ഥം കിട്ടുക എന്ന് മാത്രമല്ല, ആ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ മനസ്സിലാകുന്നു. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? എനിക്ക് സംശയം നിങ്ങളിത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നുള്ളതല്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാ. ഓക്കെ, വെരി ഗുഡ്. അത്രയും കേട്ടാ മതി. അപ്പോൾ വെള്ളം എന്ന പദം ഉപയോഗിച്ചത് മാത്രമല്ല, ആ പദം ഉപയോഗിക്കുന്നതിലൂടെ വെള്ളം എന്ന അർത്ഥം തരിക എന്നതിനേക്കാളുപരി വെള്ളം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക. ഇപ്പം വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന 3 പേരുള്ള അതുകൊണ്ട് എനിക്ക് അല്പ സ്വാതന്ത്ര്യ സോഴ്സസോടെ ആയതുകൊണ്ട് ഞാൻ പറയണേ. ഇപ്പം സോളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂരിലൊരു സഹോദരി എന്ന് മാത്രം മനസ്സിലാക്കാതെ സോളി ആരാണ്, എന്താണെന്ന് കൂടെ ആ പേരിനകത്തുനിന്ന് മനസ്സിലാക്കാൻ ഒത്താൽ എങ്ങനെ ഇരിക്കും? ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനാണ് ആദാം പേരിട്ടത്. സോ അതല്ല ചുമ്മാ ഇങ്ങനെ കണ്ടുവച്ച് പുള്ളി തോന്നിയ ഓക്കെ. കുക്കു, ജിക്കു, ബിക്കു അങ്ങനെ അങ്ങ് പേരിടുകയല്ലായിരുന്നു. അങ്ങനെ പേരുള്ള ആരും പണങ്ങരുതേ, അത് മോശമാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ പ്രാസം ഒപ്പിച്ചും അക്ഷരങ്ങൾ ചേർത്തും ഒക്കെ കണക്ട് ചെയ്തൊരു സ്റ്റൈലിലൊക്കെ പേരുണ്ടാക്കുന്ന പോലെ അല്ല അബ്രഹാം പേരിട്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അല്ല കുക്കുന്ന് ജിക്കുന്നൊക്കെ പേരുള്ളവരല്ല മോശമാണെന്നാണോ ഞാൻ പറഞ്ഞത്? നോ, അങ്ങനെയല്ല. അത് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി പേരുകളൊക്കെ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനല്ല ഈ പേരിടിയില്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ആദം സകലത്തിനും പേരിടുക എന്നല്ല, അവൻ ഇട്ടതെല്ലാം പേരായെന്ന് പറഞ്ഞ കാരണം ഇതാ. മനസ്സിലാകുന്നുണ്ടോ? പേരിട്ടൊന്നല്ല, അവൻ ഇട്ടതെല്ലാം പേരായി. അവൻ ഇട്ടത് എന്താണ്? അതിന്റെ DNA സ്ട്രക്ചറാണ് അവനെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ആ ആദമിന്റെ ജ്ഞാനം എന്താന്ന് ആലോചിച്ച്. സ്തോത്രം. പാപം ചെയ്യുന്നതിന് മുമ്പത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞേ. ആ കക്ഷി എല്ലാം നഷ്ടപ്പെടുത്തിച്ച് പിന്നെ അത്യേലിയും തുന്നിക്കെട്ടി, പിന്നെ അമ്മാമയും ഫാൻസി ഡ്രസ്സും ഫാഷൻ ഷോ എല്ലാം കളിക്കാൻ തുടങ്ങി. മിഡിയും ടോപ്പിട്ടുണ്ടോ പിന്നെ അമ്മാമ വരുന്നത്. ആ പോട്ടെ, ഒക്കെ ഞാൻ പിന്നെ എപ്പോഴേലും പറയാം. അവിടെ തുടങ്ങിയ ഫാഷൻ ഷോയാ. സ്തോത്രം. എനിക്ക് അതിനകത്ത് അത്ഭുതം ഞാൻ പറയാം. ആദം ഹവ്വ അത് തുന്നിക്കെട്ടിയല്ലേ അത് ഉടുത്തത്. അതെ, ഇന്നങ്ങനല്ല, തുന്നിയത് കൊണ്ട് വെച്ച് കീറിയിച്ചിടുക. നിങ്ങൾ നോക്കിക്കേ, പെമ്പിള്ളേരൊക്കെ നല്ല ജീൻസ് ഒക്കെ മേടിച്ചേച്ച് കാലിന് ഇവിടെ എല്ലാം കീറി, മുട്ടിന്റെ അവിടെ കീറിച്ച്, അതാണ് സ്റ്റൈൽ. നല്ല എബ്രായ ഭാഷ പഠിച്ചോളുന്നതിനിടയ്ക്ക് ഞാൻ ആവശ്യമില്ലാത്ത പറയാൻ വേണ്ടി ഓങ്ങിയതല്ല. ഇതും പറഞ്ഞു പോയില്ലെങ്കിൽ ഒക്കത്തില്ലല്ലോ, അതിന് ഞാൻ പറഞ്ഞതാ. നിങ്ങൾ ആദമിന് ദൈവം കൊടുത്ത ജ്ഞാനവും ദൈവത്തോടുള്ള ആ കോൺവെർസേഷനിൽ പ്രാപിച്ചതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒന്നാം ആദാം നഷ്ടപ്പെടുത്തി തിരിച്ചു തരാനായിട്ടാണ് ഈ ഒടുവിലത്തെ ആദാം ഈ കടന്നിൽ ബന്ധപ്പെടുന്നത്. വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പ്രിയരെ, നാം എന്താകുന്നു ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. യോഹന്നാൻ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുക, അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കും പോലെ തന്നെ. ഉയ്യോ, അന്നേരം നമുക്ക് ഇതെല്ലാം തിരികെ കിട്ടാൻ പോണല്ലേ. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറിയ കാര്യമാണോ അത്? അപ്പൊ ഈ സകലത്തിന്റെ DNA വിളിച്ചു പറയണമെന്നുണ്ടെങ്കിൽ ആദമിന്റെ ജ്ഞാനം
എന്റെ ദൈവമേ, ആ DNA വിളിച്ചു പറയുമ്പോൾ അത് ആരാ എന്താന്നുള്ളത് അവിടെ വ്യക്തമായി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ജ്ഞാനം, ആഴം, സ്തോത്രം. കണ്ടോ? ചുവന്നേരം എഴുത്തും വായന അറിയാൻ വയ്യ നമ്മളെ, എന്നിട്ട് സ്വന്തം പ്രാണൻ തന്ന് വിലയ്ക്ക് വാങ്ങി ആ ലെവലിൽ കൊണ്ടെത്തിക്കാൻ കണ്ട് ശ്രമിക്കുക. ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയും സ്നേഹവും. ഞാനിതൊക്കെ ക്ലാസ് എടുക്കുമ്പോഴാണെന്ന് പറഞ്ഞാലും ഈ നോട്ടൊക്കെ ഇങ്ങനെ പ്രിപ്പയർ സമയത്തൊക്കെ എന്റെ മനസ്സോട് ഇതൊക്കെ പോവും. ആ ആദമിന്റെ ജ്ഞാനം, അറിവ് നഷ്ടപ്പെടുത്തിയിട്ട് പാപനിമിത്തം ഏക മനുഷ്യനാൽ പാപം മാനവലോകത്തിൽ കടന്നപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ അവന്റെ ആ സ്ഥിതിയിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാൻ ഒടുക്കത്തെ ആദാം വന്ന് നമ്മുടെ അതേ രൂപത്തിൽ വന്ന് 33 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് മരിച്ച്, സ്തോത്രം, പ്രാണൻ തന്ന് വീണ്ടെടുത്തിട്ട് വല്ല വിധേനയും അവന്റെ രൂപത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടേണ്ടതിന് അവൻ നമ്മോട് കാണിച്ച സ്നേഹം, അതാണ് റോമാലേഖനമൊക്കെ ഈ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് അന്നേരം ഉണ്ടാകും. റോമാലേഖനം പഠിച്ചൊരു നമുക്കറിയാതെ ആണോ ദൈവം നമ്മൾ കാണിക്കുന്ന കരുണ സ്നേഹം എത്ര വലുതാ, ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ ആദാം ഈ പേര് വിളിക്കുന്ന ഭാഗം ഞാൻ കുറെ നേരം ഇത് ഇങ്ങനെ എഴുതിക്കൊണ്ട സമയത്ത് ഞാൻ കുറച്ചു നേരം ഇരുന്ന്, എന്റെ ദൈവം തമ്പുരാനെ, ആദാം ഈ പേരിടുന്നത് ഓരോന്നിന്റെയും DNA ആണല്ലോ ഈ വിളിക്കുന്നത് ഓർത്തപ്പം ആദാമിന്റെ ദൈവത്തിന്റെ ജ്ഞാനം അമേസിങ്, ചിന്തിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. സമയം കഴിഞ്ഞു, അങ്ങനെ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞെന്തെന്നറിയാമോ? ആ ജ്ഞാനത്തിലേക്ക് തിരിച്ചു വരണം. ക്രിസ്തുവാകുന്ന തലയോളം വളരണം. ആ ജ്ഞാനം നാം പ്രാപിക്കണം. നമ്മളിവിടെ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞതും ഇവള് നോക്കിയതും അവരങ്ങനെ കാണിച്ചു. ഞാൻ കണ്ടാൽ ഇങ്ങനെ തലയാട്ടുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ കുറിച്ചാണ്. അവള് തലയാട്ടോ, എന്തേലും കാണിക്കട്ടെ, നീ എന്തിനാ എന്റെ പുറകെ പോണേ? സ്തോത്രം. അതിലെ പൗലൂസ് പറഞ്ഞ, നിങ്ങൾ ഫിലിപ്പി ലേഖനം 4:8 പറയാം, നിങ്ങൾ ഈ ആവശ്യത്തെ ചപ്പും ചവറും ചിന്തിക്കാതെ സത്യമായതുള്ള ഒക്കെയും സൽഗുണമായതൊക്കെയും പുകഴ്ചയായതൊക്കെയും നീതിയായൊക്കെയും, സൽഗുണമോ പുകഴ്ച ഇതൊക്കെ ചിന്തിക്കുക. കാടും പിള്ളയും കളയാൻ നമ്മളെ വിട്ടുകളയല്ല. അയ്യോ, ഇന്ന് കൃത്യം 3 മാസമായി ചിന്നമ്മ എന്നോട് ആ വർത്താനം പറഞ്ഞിട്ട്. നീ അത് ആ ചിന്നമ്മയെ പിടിച്ചോണ്ടിരുന്നോ? സ്തോത്രം. അല്ല, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദവികൾ എത്ര ശ്രേഷ്ഠമാണ്. ഈ എബ്രായ ഭാഷയ്ക്ക് ഇതെല്ലാം ഉണ്ടെന്നേ. ഞാൻ ബാക്കി പിന്നെ പറയാം, സമയം കഴിഞ്ഞു. അപ്പൊ ആദം പേരിട്ടു എന്നല്ല, അവൻ ഇട്ടതെല്ലാം പേരായി എന്ന് പറയുമ്പോൾ ആദം ഇതിനെയൊക്കെ വിളിച്ചത് അതിന്റെ DNA ആണ്, ഒറിജിനൽ റൂട്ട്, അതാണ് വിളിച്ചത്. അത് പറയുമ്പോൾ ആ പേര് മാത്രമല്ല, അതെന്താണെന്ന് വെളിവാകുന്നു. അങ്ങനെയല്ലേ? ആ പേര് പറയുമ്പോൾ അവൻ ആരാണ്, എന്താണ്, ഗുണസവിശേഷത വ്യക്തമാകുന്നു. എന്ന് പറയുമ്പോൾ ആ പേരിനകത്തുകൊണ്ട് തന്നെ അവൻ ആരാണെന്ന് വ്യക്തമാകുക. കണ്ടോ? ഇയ്യോബ്. കാരണം ആ പേര് കേൾക്കുമ്പോൾ വെറുതെ ഒരു പേര് മാത്രമല്ല, അവൻ ആരാണെന്ന് വെളിവാകുകയാണ്. സ്തോത്രം. നമ്മളത് കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടുമ്പോൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ വേണം ഇടാൻ. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആദം ആ പേരിട്ടും ബാക്കി കാര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ നമുക്ക് വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ വീണ്ടും ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.